ദില്ലിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിക്കുന്നതിനിടെ 500 രൂപയ്ക്ക് LPG സിലിണ്ടറും 300 യൂണിറ്റ് സൗജന്യ വൈദ്യുതിയും വാഗ്ദാനം ചെയ്ത് കോൺഗ്രസ്. തെലങ്കാനയിലും കർണാടകത്തിലും വിജയിച്ച വാഗ്ദാനങ്ങൾ ദില്ലിയിൽ പരീക്ഷിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. ദില്ലി നിയമസഭയിൽ ഒരു സീറ്റ് പോലും ഇല്ലാത്ത പാർട്ടിയാണ് ഇന്ന് കോൺഗ്രസ്. ദില്ലി ഏറ്റവും അധികം കാലം ഭരിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. ഷീല ദീക്ഷിതിന്റെ നേതൃത്വത്തിൽ 15 വർഷത്തിലധികം കാലം. 2013 ആം ആദ്മി പാർട്ടി അധികാരത്തിലെത്തിയ ശേഷം പിന്നീട് നടന്ന ഓരോ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് കൂടുതൽ തകരുന്നതാണ് കണ്ടത്. 2020 നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കിട്ടിയത് വെറും 4% വോട്ട് മാത്രമാണ്. ദില്ലി നിയമസഭയിൽ കോൺഗ്രസിന് ഒരു സീറ്റ് പോലുമില്ല. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ കുറച്ച് സീറ്റുകളെങ്കിലും ദില്ലിയിൽ നേടിയെടുക്കുക എന്നതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. അതിനായി വലിയ വാഗ്ദാനങ്ങൾ തന്നെയാണ് ദില്ലിയിൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. തെലങ്കാനയിലും കർണാടകയിലുമൊക്കെ വിജയിച്ച വാഗ്ദാനങ്ങളാണ് കോൺഗ്രസ് ദില്ലി തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയായി ഇത്തവണ അവതരിപ്പിക്കുന്നത്. എല്ലാ സ്ത്രീകൾക്കും പ്രതിമാസം 2500 രൂപ ബാങ്ക് അക്കൗണ്ട് വഴി നൽകും. 25 ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് പദ്ധതി. തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് ഒരു വർഷത്തേക്ക് മാസം 8500 രൂപ വീതം നൽകും. ഇതുകൂടാതെ 500 രൂപയ്ക്ക് LPG സിലിണ്ടർ, 300 യൂണിറ്റ് വരെ വൈദ്യുതി സൗജന്യം. ഇതൊക്കെയാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന വാഗ്ദാനം. അധികാരത്തിലെത്തിയാൽ ഇതെല്ലാം ഉടൻ തന്നെ നടപ്പാക്കും എന്ന് കോൺഗ്രസ് പറയുകയാണ്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെ ദില്ലിയിലെത്തിച്ചാണ് ഈ വാഗ്ദാനങ്ങൾ കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. दिल्ली कांग्रेस पार्टी के राज्य के अध्यक्ष देवेंद्र यादव जी और इंचार्ज निजामुद्दीन के साथ आज ये प्रेस मीट और 2 गारंटी आज दिल्ली जनता को हम लोग वादा कर रहा है. पिछले